അപ്പോൾ ഈ റോസമ്മ പുന്നൂസും കോടതി വിധിയുടെ കാര്യം പറഞ്ഞു. ഇനിയും അടുത്ത ചോദ്യം, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു അടുത്ത ചോദ്യം, കോടതി വിധിയിലൂടെ ആദ്യമായി MLA ആയ വ്യക്തി ആര്? വി ആർ കൃഷ്ണയ്യർ. അതിന്റെ പുറകിലുള്ള സംഭവം അറിയാമോ? വി ആർ കൃഷ്ണയ്യർ മത്സരിച്ചത് തലശ്ശേരിയിലെ ഏറ്റവും പ്രസിദ്ധനും സമർത്ഥനുമായ ഒരു അഭിഭാഷകനാണ് വി ആർ കൃഷ്ണയ്യർ. ഇതിനു മുമ്പ് മന്ത്രിയായിരുന്നു. അപ്പം വി ആർ കൃഷ്ണയ്യർ മത്സരിച്ചത് പി കുഞ്ഞിരാമനെതിരെയാണ്. പി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് കോൺഗ്രസ് മുന്നണി, വി ആർ കൃഷ്ണയ്യർ സ്വതന്ത്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അങ്ങനെ മത്സരിച്ചിട്ട് വെറും 23 വോട്ടുകൾക്ക് എന്തോ ആണ് വി ആർ കൃഷ്ണയ്യർ തോൽക്കുന്നത്. വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് വി ആർ കൃഷ്ണയ്യർ തോക്കുന്നത്. അപ്പം വി ആർ കൃഷ്ണയ്യർ എന്ത് ചെയ്തു? പുള്ളി മിടുക്കനായ ഒരു അഭിഭാഷകനായതുകൊണ്ട് പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പി കുഞ്ഞിരാമൻ ജയിച്ച ചില വോട്ടുകൾ അസാധുവാണെന്ന് സ്ഥാപിച്ചെടുത്തു. അങ്ങനെ കോടതി വിധി വന്നപ്പോൾ പി കുഞ്ഞിരാമൻ പുറത്തായി, വി ആർ കൃഷ്ണയ്യരെ MLA ആയിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ 1960 കാര്യമായി പറയുന്നു. റോസമ്മ പുന്നൂസിന്റെ 1957. അപ്പോൾ വി ആർ കൃഷ്ണയ്യർ MLA ആയിട്ട് വരുന്നു. കൃഷ്ണയ്യർ ജയിച്ചത് വെറും 7 വോട്ടിനാണ്, മറ്റേത് അസാധുവാക്കി കഴിഞ്ഞപ്പോൾ. ഈ പി കുഞ്ഞിരാമന് ഒരു വല്ലാത്ത വിധിയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ പി കുഞ്ഞിരാമൻ്റേത് ഒരു പ്രത്യേക റെക്കോർഡാണ്. 1961 സെപ്റ്റംബർ 7 ഇലക്ഷൻ ട്രിബ്യൂണൽ വിധിയെ തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ട അപൂർവതയാണ് പി കുഞ്ഞിരാമനുള്ളത്. ജയിച്ചു കയറിയത് വി ആർ കൃഷ്ണയ്യർ. അംഗത്തിന്റെ തിരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയാൽ അദ്ദേഹത്തെ മുൻ നിയമസഭാംഗമായി കണക്കാക്കാൻ കഴിയില്ല. അപ്പൊ പി കുഞ്ഞിരാമൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മുൻ നിയമസഭാ അംഗമല്ല. ആ നിലയ്ക്ക് കുഞ്ഞിരാമനെ മുൻ നിയമസഭാ അംഗമായി കണക്കാക്കാനാവില്ലെങ്കിലും അദ്ദേഹം പങ്കെടുത്ത സഭാ നടപടികൾ, അതായത് കോടതി വിധി വരുന്നതിന് മുമ്പ് വരെ അയാൾ സഭയിലുണ്ട്, അയാൾ MLA ആണ്, അയാൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളി പങ്കെടുത്ത നിയമസഭാ നടപടികൾ ചരിത്രത്തിന്റെ ഭാഗമാണ്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പി കുഞ്ഞിരാമൻ നിയമസഭാ അംഗമായിരുന്നു എന്ന് ഇല്ല, പക്ഷേ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പി കുഞ്ഞിരാമൻ അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഉള്ളതാണ്. ഈ പി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനല്ല. പുള്ളി മദ്രാസ് പ്രവിശ്യയിൽ നിന്നും ഭരണഘടനാ നിയമം, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പറായിരുന്ന, നോമിനേറ്റ് ചെയ്ത് അതിന്റെ മെമ്പറായിരുന്ന വ്യക്തിയാണ്. കൂടാതെ ഇടക്കാല പാർലമെന്റിലുണ്ടായിരുന്നു ഈ പുള്ളി. പക്ഷേ ഈ പുള്ളി കേരള നിയമസഭയിൽ ആകെ മത്സരിച്ചത് 1960 മാത്രമാണ്. അപ്പം അതുകൊണ്ട് അതിൽ പുള്ളി കോടതി വിധി കാരണം പുള്ളി പുറത്തുമായി, പുള്ളിയുടെ MLA സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതാണ് പി കുഞ്ഞിരാമന്റെ കേരള നിയമസഭാ ചരിത്രത്തിലുള്ള പ്രസക്തി. ഈ മറ്റൊന്ന് 1960 ബന്ധപ്പെട്ടത്, 1960 രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25ാമത്തെ വയസ്സിൽ വിജയിച്ച ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ് നിയമസഭ കേരള കോൺഗ്രസ് പിന്നീട് ഉണ്ടാക്കുന്ന അതെ ആർ ബാലകൃഷ്ണൻ. അപ്പൊ R ബാലകൃഷ്ണപിള്ളയാണ് നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA. പുള്ളിയുടെ മണ്ഡലം പത്തനാപുരം. ഇപ്പം KB ഗണേഷ് കുമാർ മത്സരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ കൊട്ടാരക്കരയിലേക്ക് മാറി. പിന്നെ കൊട്ടാരക്കരയിൽ നിന്നുകൊണ്ടാണ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നത്. 2026 നമുക്ക് നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഏതാണ്? ഇപ്പോൾ നടന്ന ഇലക്ഷൻ 17ാമത്തെ നടന്നത് 17ാമത്തെ ഇലക്ഷൻ. മന്ത്രിസഭ ഭൂരിപക്ഷം കിട്ടി മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ ഇത് 16ാമത്തെ മന്ത്രിസഭ, അല്ലെങ്കിൽ 16ാമത്തെ നിയമസഭ. 16ാം. ഇതിന് കാരണം എന്താണ്? 1965 എല്ലാ പാർട്ടികളും, അതിന് മുമ്പ് തൊട്ട് മുമ്പ് കോൺഗ്രസ് എല്ലാം സ്പ്ലിറ്റായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റായി, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചു. 65 ഭൂരിപക്ഷം ആർക്കും ലഭിച്ചില്ല. നിയമസഭ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഒരു നമ്പറിൽ കുറവ്. അതാണ് ഈ ഒരു നമ്പർ കുറഞ്ഞ് നിൽക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ മുഹമ്മദ് കോയ നമ്മൾ നേരത്തെ പറഞ്ഞു. മുഹമ്മദ് കോയ സിദി സാഹിബ് മരിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർ നിർബന്ധിച്ചതുകൊണ്ട്, ദേശീയ തലത്തിൽ കോൺഗ്രസ് നിർബന്ധിച്ചതുകൊണ്ട് മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിൽ നിന്ന് മെമ്പർ സ്ഥാനം രാജിവെച്ച് എന്നിട്ട് സ്പീക്കറായി. സ്പീക്കറായപ്പോഴേ കമ്മ്യൂണിസ്റ്റുകാര് അന്നൊരു മുദ്രാവാക്യം പറഞ്ഞു,
കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതായിരുന്നു സ്പീക്കർ ആകാൻ കോയ തൊപ്പി ഊരി വെച്ചെന്ന് പറഞ്ഞു. സ്പീക്കർ ആകാൻ കോയ തൊപ്പി ഊരി വെച്ച്. തൊപ്പി എന്ന് പറയുന്നത് മുസ്ലിംസിന്റെ ഒരു സിമ്പലാണ്. തൊപ്പി ഊരി വെച്ച് സ്പീക്കറായി എന്ന് വെച്ചാൽ മനസ്സിലായി, മുസ്ലിം ലീഗിൽ നിന്ന് മാറി നിന്നിട്ട് സ്പീക്കറായെന്ന് പറഞ്ഞ് PT ചാക്കോ എന്താണ് പറയുന്നത്, തൃശ്ശൂർ വെച്ച് ഒരു ലേഡിയെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വലിയ ഇടിച്ചിട്ട് പോയി. അവിടെയൊക്കെ വണ്ടിയിൽ ഒരു ലേഡി ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ പേരിൽ സദാചാര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് PT ചാക്കോയെ പുറത്താക്കുകയാണ്. അപ്പൊ PT ചാക്കോയെ പുറത്താക്കി കഴിയുമ്പോൾ ഇന്നിപ്പം കേരളം വലിയ പുരോഗമിച്ച ഒരു സമൂഹമാണെന്നൊക്കെ പറയുന്നു. അന്ന് ഇത്രയും പോലും ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് PT ചാക്കോയെ നമ്മുടെ R ശങ്കർ പന്നിത്തലയിൽ കൂടോത്രം ചെയ്താണ് PT ചാക്കോയുടെ മരണത്തിന് കാരണമായെന്ന് പറയുന്നുണ്ട്. PT ചാക്കോ പുറത്താകുന്നു, അത് കഴിഞ്ഞിട്ട് പുള്ളി അഭിഭാഷകനാകുന്നു, പുള്ളി കോഴിക്കോട് വെച്ച് പുള്ളി മരണപ്പെടുന്നു. അപ്പോൾ അതിലൊക്കെ R ശങ്കറിന്റെ പങ്കുണ്ട്. R ശങ്കർ കൂടോത്രം ചെയ്ത് PT ചാക്കോയെ പുറത്താക്കിയത് അല്ല, PT ചാക്കോയുടെ മരണത്തിന് കാരണമെന്ന് പറയുന്നു. അത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതൊരു മറയാക്കി വെക്കുകയോ ചെയ്ത് 15 MLA-മാര് വേറൊരു ഗ്രൂപ്പായിട്ട് മാറി നിന്ന് അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാവുകയാണ്. ഈ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്നും പിന്നീട് ആദ്യം കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞത് കേരള കോൺഗ്രസ് ആണ്. ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറിയത് കോൺഗ്രസ്. പിന്നീട് ഒറീസയിൽ മാറി, ബംഗാളി മാറി, തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പിന്നീട്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറി, അതൊക്കെ പിന്നീട്. അതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. മറ്റേത് ഈ സമയം കേരള കോൺഗ്രസ് 1965 സംഭവം പറയുന്നു. അപ്പൊ ആ സമയത്ത് വന്നിട്ട് ഈ ബംഗ്ലാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഈ പാർട്ടികളെല്ലാം തന്നെ പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ചുപോയി. പക്ഷെ കേരള കോൺഗ്രസ് അന്നുണ്ടായ ആദ്യത്തെ പ്രാദേശിക പാർട്ടി ഇന്നും അവരുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് അവരിപ്പോഴും കോൺഗ്രസിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്. അതാണ് കേരള കോൺഗ്രസിന്റെ പ്രാധാന്യം. ഓക്കെ.